ഇനി എങ്ങനെയാണ് ലക്ഷദ്വീപ് നമ്മൾ വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു ഏജൻസി വഴിയാണ് വന്നത്. GoSee.in ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു പാക്കേജ്, അവരുടെ പാക്കേജ് എടുത്താണ് നമ്മളിന്ന് ഇവിടെ വന്നേക്കുന്നത്. 4 ദിവസത്തെ ഒരു പാക്കേജാണ് നമ്മൾ ചൂസ് ചെയ്തത്. അതായത് 3 രാത്രിയും 4 പകലും ഇങ്ങനെയുള്ളൊരു പാക്കേജാണ് നമ്മളിപ്പോൾ ചൂസ് ചെയ്തേക്കുന്നത്. ഇതിൽ മെയിനായിട്ട് അഗത്തി ഐലൻഡ് തന്നെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. പിന്നെ ബംഗാരം, തിണ്ണക്കര, കൽപ്പെട്ടി ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. സാൻഡ് ബാങ്കിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള. പിന്നെ സ്കൂബ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി നാളെ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ലക്ഷദ്വീപ് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പാക്കേജ് എടുത്ത് നോക്കാം. അതായത് GoSee.in ലക്ഷദ്വീപ് എന്നുള്ള പാക്കേജ് നോക്കാം. ഇല്ലെങ്കിൽ മറ്റ് പാക്കേജസ് നിങ്ങൾക്ക് നോക്കി വരാമെന്നുള്ളതാണ്. നമുക്ക് അല്ലെങ്കിൽ ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളെ ഇൻവൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ സ്പോൺസർ ചെയ്യണം. അല്ലാതെ വരാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതേപോലെയുള്ള പാക്കേജ് എടുത്ത് വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കേജിൻ്റെ റേറ്റ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഫ്ലൈറ്റിന് നമുക്ക് ഒരാൾക്ക് ഒരു മുന്നേ നമ്മൾ ബുക്ക് ചെയ്യുവാണെങ്കിൽ ഒരു 12,000 രൂപയ്ക്ക്, ഫ്ലൈറ്റിന് നമുക്ക് ഒരു 12,000 രൂപയ്ക്ക്, അതായത് 2 സൈഡ് ഒരാൾക്ക്. അത് ഡിപ്പെൻസ്, അത് മാറിക്കൊണ്ടിരിക്കും, റേറ്റ്സ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കൊരു 11,000 സംതിങ് ആയി ഒരാൾക്ക് 2 സൈഡ് കൂടെ. പിന്നെ പാക്കേജ് നിങ്ങൾക്ക് പല പാക്കേജ് നോക്കാം. ഞാനിപ്പോൾ 13,500 രൂപയുടെ ഒരു പാക്കേജാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരാൾക്കെല്ലാം കൂടെ ഒരു എന്താ പറയുക, എത്ര ഒരു 30,000 വരും. നമുക്കങ്ങനെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഒരു 4 ദിവസം നമുക്ക് ലക്ഷദ്വീപ് കണ്ട് അടിച്ച് പൊളിച്ച്, അതായത് ഫുഡ് 3 നേരം ഫുഡ് ഇൻക്ലൂഡഡാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ പൂരിയും കറി, ഉരുളക്കിഴങ്ങ് കറിയും പിന്നെ ചായ, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. ഉച്ചയ്ക്ക് നല്ല അടിപൊളി ചൂര ഫിഷ് ബിരിയാണി, ചൂര ബിരിയാണിയും നല്ല ജ്യൂസും സാലഡും പപ്പടവും അച്ചാറൊക്കെ ആയിട്ടുള്ള അടിപൊളി ഫുഡായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഇവിടുത്തെ 2 നേരം കഴിച്ച ഫുഡും അടിപൊളി. പിന്നെ ഇവിടുത്തെ ആൾക്കാർ, എസ്പെഷ്യലി ഇവിടുത്തെ ആൾക്കാർ, അത് പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും നമ്മളോട് ഭയങ്കര എന്താ പറയുക, അവർ നമ്മളൊരു ഗസ്റ്റായിട്ട് തന്നെയാണ് കാണുന്നത്. അവർക്ക് ആ ഒരു അവർ സംസാരിക്കുന്ന ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു, ഇവിടെ അങ്ങനെ എല്ലാവരും നല്ല ശാന്തതയുള്ള ആൾക്കാരാണ് കേട്ടോ, ശാന്ത സ്വഭാവമുള്ള ആൾക്കാരാണ്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ലക്ഷദ്വീപ് വരണം. അപ്പോൾ നമ്മുടെ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് അവരുടെ നമ്പേഴ്സിൽ വിളിച്ച് നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ ചോദിച്ചറിയാം.